സംസ്ഥാനത്തെ മദ്യവിൽപ്പനശാലകൾക്ക് സ്വാതന്ത്ര്യദിനത്തിനും തിരുവോണത്തിനും അവധി നൽകണമെന്ന് ജീവനക്കാരുടെ ആവശ്യം. മദ്യ ഉപഭോഗം കുറയ്ക്കാനുള്ള നടപടിയുമായി മുന്നോട്ടു പോകുന്ന സർക്കാർ ജീവനക്കാർക്ക് ഉത്സവ നാളുകളിലും മറ്റും അവധി നൽകാത്തത് പ്രതിഷേധാർഹമാണെന്ന് ജീവനക്കാർ പറയുന്നു. ദിവസേന 11 മണിക്കൂറോളം ജോലി ചെയ്യുന്ന ബിവറേജസ് ജീവനക്കാർക്ക് പ്രധാന ആഘോഷ ദിവസങ്ങളിലൊന്നും തന്നെ അവധിയില്ലാത്തതാണ് പ്രതിഷേധത്തിന് കാരണം. നിലവിൽ എല്ലാ മാസവും 1-ാം തീയതിയും ഗാന്ധി ജയന്തി, ഗാന്ധി സമാധി, ശ്രീനാരായണ ഗുരു ജയന്തി, ഗുരുസമാധി തുടങ്ങിയ ദിവസങ്ങളിലും മാത്രമാണ് ബിവറേജസ് കോർപ്പറേഷന്റെയും കൺസ്യൂമർ ഫെഡിന്റെയും കീഴിലുള്ള വിദേശ മദ്യവിൽപ്പനശാലകൾക്ക് അവധിയുള്ളത്. ഈ വർഷം മുതൽ ലോക ലഹരി വിരുദ്ധ ദിനത്തിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ തെരഞ്ഞെടുപ്പ് പോലുള്ള കാര്യങ്ങൾക്കും നിയന്ത്രിത അവധി നൽകാറുണ്ട്. എന്നാൽ സ്വാതന്ത്ര്യദിനമായ ആഗസ്റ്റ് 15-നും തിരുവോണ ദിനത്തിനും അവധി വേണമെന്ന ആവശ്യമാണ് ജീവനക്കാർ ഉന്നയിച്ചിട്ടുള്ളത്. ഇത്തവണയെങ്കിലും തിരുവോണത്തിനും ആഗസ്റ്റ് 15-നും ലീവ് അല്ലെങ്കിൽ മദ്യഷോപ്പുകൾക്ക് അവധി നൽകും എന്നുള്ള പ്രതീക്ഷയിലാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആശങ്കയിലാണ് ബിവറേജ് കോർപ്പറേഷനിലെ മുഴുവൻ തൊഴിലാളികളും നിൽക്കുന്നത്. വിവിധ യൂണിയനുകൾ ആവശ്യപ്പെട്ടു, ഒരു യൂണിയൻ മാത്രം, ഞങ്ങളുടെ യൂണിയൻ മാത്രമല്ല, വിവിധ യൂണിയനുകൾ ഇക്കാര്യം ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സർക്കാരിന് നിവേദനം നൽകുമെന്ന് ജീവനക്കാരുടെ സംഘടനയായ കേരള ബിവറേജസ് കോർപ്പറേഷൻ വർക്കേഴ്സ് കോൺഗ്രസ് വ്യക്തമാക്കി. മലയാളികളുടെ പ്രധാന ആഘോഷമായ തിരുവോണത്തിന് അവധി നൽകാത്തത് പ്രതിഷേധാർഹമാണെന്നും ഇവർ പറയുന്നു. മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് സർക്കാരിന്റെ ലക്ഷ്യമെങ്കിൽ ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന നടക്കുന്ന ഈ നാളുകളിൽ അവധി നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് ജീവനക്കാർ ആവശ്യപ്പെടുന്നു. റിപ്പോർട്ടർ, പാലക്കാട്.